നമസ്കാരം. ചലഞ്ചർ ആപ്പിലെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UPSCയുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം B.Ed ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരീക്ഷയാണ് ഹൈസ്കൂൾ ടീച്ചർ അഥവാ HST എന്ന് പറയുന്നത്. മുമ്പ് HSC ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പൊ പുനർനാമകരണം ചെയ്ത HST ഹൈസ്കൂൾ ടീച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന പരീക്ഷ. അപ്പൊ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള റൂമറുകളും കേൾക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഈ വർഷം വരുമെന്നും അല്ലെങ്കിൽ അടുത്ത വർഷം വരുമെന്നൊക്കെ രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നിലവിലുള്ള HST പരീക്ഷകളുടെ HST റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിച്ചിട്ടുണ്ടോ? ഏതൊക്കെ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ഈ വരും മാസങ്ങളിൽ വരും വർഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിലവിലുള്ള വിവിധ സബ്ജക്റ്റുകളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി, റാങ്ക് ലിസ്റ്റിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് HST ഫിസിക്കൽ സയൻസ് ആണ്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കേസൊക്കെ ആയി കിടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് HST ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്, ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ്. ഇതിന്റെ അവസാനമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2016 2016 നോട്ടിഫിക്കേഷൻ വന്നത്. 227/2016 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലായിരുന്നു നോട്ടിഫിക്കേഷൻ. എന്നിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം 2018 ഇതിന്റെ പരീക്ഷ നടന്നു. അന്ന് ഈ പറയുന്ന പോലത്തെ നമ്മുടെ പുതിയ ഒരു PSC സംവിധാനങ്ങളോ അല്ലെങ്കിൽ പാറ്റേണുകളൊന്നും അല്ല, പഴയ PSC സിലബസും അതുപോലെ തന്നെ ആണെങ്കിൽ പാറ്റേൺ ഒക്കെ ആയിരുന്നു അന്ന്. എന്തായാലും 2018 പരീക്ഷ നടന്നത്. അതിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് വീണ്ടും 2 വർഷം എടുത്ത് 2020 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 3 വർഷം എന്നുള്ളതാണ് സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. 3 വർഷ കാലാവധി, സ്വാഭാവിക കാലാവധി അവസാനിക്കുന്നത് 2023 2023 നവംബറിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയതെന്ന് തോന്നുന്നു. എന്തായാലും 2023 കൂടി വിവിധ ജില്ലകളുടെ HST ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കേണ്ടതാണ്. പക്ഷെ അതിനിടയിലാണ് സബ്സിഡറി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലൊക്കെ കേസ് നിലനിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. ഈ കേസ് തീരുമാനമാവാതെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ആക്ച്വലി ഒരു ഡ്യൂറേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരേണ്ട സമയമായി, അല്ലെങ്കിൽ 2023 തീരേണ്ടതാണ്, 2024 പക്ഷേ ഈ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് ഇതുവരെ കാലഹരണപ്പെട്ടതായിട്ട് PSC നിന്ന് അറിയിപ്പൊന്നും വന്നിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഒരു സബ്സിഡറി സബ്ജക്ട്, അതായത് ഉപവിഷയങ്ങളുണ്ടല്ലോ, ഫിസിക്സ് പഠിച്ചവർക്ക് കെമിസ്ട്രി ഉപവിഷയം, അതുപോലെ തന്നെ കെമിസ്ട്രി പഠിച്ചവർക്ക് ഫിസിക്സ്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നിയമനത്തിന്റെ ഒരു കേസിലാണ് നിലവിലുള്ളത്. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നാൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള സ്കോപ്പുള്ള അത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എല്ലാം കഴിയേണ്ട സമയമായി, അടുത്ത നോട്ടിഫിക്കേഷൻ വരേണ്ട സമയമായി നിൽക്കുന്ന ഒന്നെന്ന് പറയുന്നത് HST ഫിസിക്കൽ സയൻസ് തന്നെയാണ്. ഇനി മറ്റൊന്ന് നോക്കാം, HST മാത്തമാറ്റിക്സ്. HST മാത്തമാറ്റിക്സിന്റെ അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് 2020 383/2020 നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ. നോട്ടിഫിക്കേഷൻ വന്നത് 2020 ഡിസംബർ മാസം 30 ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പരീക്ഷ നടന്നു. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 2023 വിവിധ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് 2023 പ്രഖ്യാപിക്കേണ്ടായി. നിങ്ങൾക്ക് അറിയാലോ, ജില്ലാടിസ്ഥാനത്തിൽ ആയതുകൊണ്ട് തന്നെ എല്ലാ റാങ്ക് ലിസ്റ്റുകളും ഒരുമിച്ചല്ല വരുന്നത്, വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. എന്തായാലും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്, സ്വാഭാവികമായിട്ട് ഇതിന്റെ കാലാവധി അവസാനിക്കുന്നത് 2026 അപ്പോ വിവിധ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി വിവിധ മാസങ്ങളിലായിരിക്കും അവസാനിക്കുക. പക്ഷെ എന്നിരുന്നാലും 2026 ഡിസംബറോട് കൂടി ഈ HST മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിലവിലെ റാങ്ക് ലിസ്റ്റ്, എല്ലാ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റും അവസാനിക്കുന്നതാണ്. ഇതാണ് മാത്തമാറ്റിക്സിന്റെ ഒരു നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം 25 2026 വരെ ഇതിന് സ്കോപ്പ് ഉണ്ട്. അപ്പൊ അതുവരെയുള്ള എല്ലാ നിയമനങ്ങളും ഈ റാങ്ക് ലിസ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് HST നാച്ചുറൽ സയൻസ്. HST നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2020 384/2020 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 30 ഡിസംബർ 2020, അതായത് നേരത്തെ പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെയാണ് 383 മാത്തമാറ്റിക്സും 384 നാച്ചുറൽ സയൻസും ആയിരുന്നു. ഒരേ ഡേറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നു. റാങ്ക് ലിസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ 2023 വിവിധ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റുകൾ വിവിധ മാസങ്ങളിലാണ് വന്നത്. എന്നിരുന്നാലും എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് 2023 വന്ന് പൂർത്തിയായി. ആ റാങ്ക് ലിസ്റ്റിനെയും സ്വാഭാവിക കാലാവധി അവസാനിക്കുന്നത് 2026 അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ നാച്ചുറൽ സയൻസും ഇപ്പൊ 24 ജൂലൈ ആയതേ ഉള്ളൂ. ഇനി 25 ഉണ്ട്, 26 അവസാനത്തോട് കൂടിയൊക്കെയാണ് വിവിധ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി തീരുന്നത്. അപ്പൊ 26 ആ ജില്ലകളുടെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും ആ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നാൽ മതി എന്നുള്ളതാണ്. എന്തായാലും 2026 ഇതിനടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടതുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാര്യം. ഇനി സോഷ്യൽ സയൻസ് നോക്കിയാലോ. സോഷ്യൽ സയൻസ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 203/2021
2021. ഓക്കെ, ഇതിന് നോട്ടിഫിക്കേഷൻ വന്നത് ജൂൺ മാസത്തിലാണ്. ഇതെല്ലാം ഡിസംബർ 2020 വന്നപ്പോൾ, ഓക്കെ, ഈ മാത്തമാറ്റിക്സും നാച്ചുറൽ സയൻസും ഒക്കെ ഡിസംബർ 2020 വന്നപ്പോൾ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഏറെക്കുറെ പിന്നീട് ഒരു 6 മാസത്തിന് ശേഷം ജൂൺ മാസത്തിലാണ് വന്നത്. 2021 ജൂൺ മാസം 2-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിന് റാങ്ക് ലിസ്റ്റ് എന്ന് ഈ പറഞ്ഞ മാത്തമാറ്റിക്സിന്റെയും അതുപോലെ തന്നെയാണെങ്കിൽ നാച്ചുറൽ സയൻസിന്റെയും ആ ഒരു സമയത്ത് തന്നെ 2023 തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. ലേറ്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നതെങ്കിലും പരീക്ഷയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുകയുണ്ടായി. റാങ്ക് ലിസ്റ്റ് 2023 വന്നു. അതിന് സ്വാഭാവിക കാലാവധി 2026 കൂടി അവസാനിക്കേണ്ടതാണ്. അപ്പൊ നാച്ചുറൽ സയൻസും മാത്തമാറ്റിക്സും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെയും റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുന്നത് 2026 അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും 2 വർഷം റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ള സമയമുണ്ട്. നിലവിലുള്ള എല്ലാ വാക്കൻസികളും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഫിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് HST ഇംഗ്ലീഷും. ഇതും ഈ പറഞ്ഞ പോലെ നാച്ചുറൽ സോഷ്യൽ സയൻസിന് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ 2021 ഓഗസ്റ്റ് മാസത്തിൽ 2-ാം തീയതിയാണ് HST ഇംഗ്ലീഷിന് നോട്ടിഫിക്കേഷൻ വന്നത്. 254/2021 ആണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഇതിന്റെയും റാങ്ക് ലിസ്റ്റ് ആദ്യം വരികയുണ്ടായി. മറ്റുള്ള റാങ്ക് ലിസ്റ്റുകളെ പോലെ തന്നെ വളരെ പെട്ടെന്ന് വന്ന ഒന്നായിരുന്നു ഇതിന്റെ ഇംഗ്ലീഷ് റാങ്ക് ലിസ്റ്റ്. ഇതും സ്വാഭാവിക കാലാവധി അവസാനിക്കുന്നത് 2026 ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലവിലുള്ള എല്ലാ നിയമനങ്ങളും ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അതിനുശേഷം മാത്രമേ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഈ പറഞ്ഞ എല്ലാ റാങ്ക് ലിസ്റ്റുകളും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പെർട്ടിക്കുലർ ഡേറ്റിൽ എല്ലാ റാങ്ക് ലിസ്റ്റുകളും ഒരുമിച്ച് വരില്ല ചെയ്യുക. ഓരോ ജില്ലകളായതുകൊണ്ട് തന്നെ ഓരോ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വ്യത്യസ്ത ഡേറ്റിലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് HST മലയാളം നോക്കാം. HST മലയാളം 2021 ഓഗസ്റ്റ് മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 255/2021 254 ഇംഗ്ലീഷും 255 മലയാളമായിരുന്നു. ഒരേ ഡേറ്റ് ആണ്, 2 ഓഗസ്റ്റ് 2021. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 2023 റാങ്ക് ലിസ്റ്റിന് സ്വാഭാവിക കാലാവധി അവസാനിക്കേണ്ടത് 2026 അപ്പൊ നമ്മളിവിടെ ഫിസിക്കൽ സയൻസിന്റെ കാര്യം പറഞ്ഞു, നാച്ചുറൽ സയൻസിന്റെ കാര്യം പറഞ്ഞു, സോഷ്യൽ സയൻസിന്റെ കാര്യം പറഞ്ഞു, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം 6 വ്യത്യസ്ത സബ്ജക്റ്റുകളുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പ്രാബല്യത്തിൽ വന്നു എന്ന് വരെയാണ് അതിന്റെ സ്വാഭാവിക കാലാവധി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി കാണും. ഓക്കെ, ഇക്കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഏതാണ്? HST ഫിസിക്കൽ സയൻസ് ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്ന് HST ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കേസ് വളരെ പെട്ടെന്ന് തന്നെ തീർപ്പാവുമെന്ന് വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് ഉള്ളത്. എന്നാൽ ആ കേസ് തീർപ്പായ ഉടനെ തന്നെ തീർച്ചയായിട്ടും അടുത്ത നോട്ടിഫിക്കേഷനുള്ള സമയമായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ PSC കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും 2024 അവസാനത്തോടു കൂടി 2024 അവസാനത്തോടു കൂടി അല്ലെങ്കിൽ 2025 തുടക്കത്തിൽ തീർച്ചയായിട്ടും ഈ കേസ് തീർപ്പായാൽ തീർച്ചയായിട്ടും ഈ സമയത്ത് ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. 24 അവസാനത്തിലോ 25 തുടക്കത്തിലോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എന്നാൽ മറ്റുള്ള സബ്ജക്റ്റുകൾ, അതായത് നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെയാണെങ്കിൽ മാത്സ്, അതുപോലെ തന്നെയാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, ഈ സബ്ജക്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഈ വർഷം അവയുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. 2024 ഇതിന് നോട്ടിഫിക്കേഷൻ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല. കാരണം 2026 ഇതിനെല്ലാം റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. അങ്ങനെ റാങ്ക് ലിസ്റ്റ് 2026 അവസാനിക്കേണ്ട ഒരു റാങ്ക് ലിസ്റ്റിന് 2024 നോട്ടിഫിക്കേഷൻ വരേണ്ട ഒരു സാഹചര്യമില്ല. മുമ്പ് 2016 നോട്ടിഫിക്കേഷൻ വന്ന് 18 പരീക്ഷ നടന്ന് 20 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ആ കാലമൊക്കെ മാറി. ഇപ്പൊ PSC വളരെ ഫാസ്റ്റ് ആണ്. അപ്പോ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ മുമ്പത്തതിനേക്കാളും ഫാസ്റ്റ് ആണ്. ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഒരു 6 മാസത്തിനുള്ളിൽ പരീക്ഷ നടത്താനുള്ള ഒരു കാപ്പബിലിറ്റി ഒക്കെ നിലവിൽ PSC ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് നിലവിലുള്ള എല്ലാ പരീക്ഷകളും, LPP അടക്കമുള്ള എല്ലാ പരീക്ഷകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 24 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 2024 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ ഫിസിക്കൽ സയൻസിന്റെയാണ്. ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എന്നാൽ ബാക്കിയുള്ള നാച്ചുറൽ സയൻസ്, മലയാളം, മാത്തമാറ്റിക്സ് ഒക്കെ തുടങ്ങിയ സബ്ജക്റ്റുകളുടെ സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ 2025 എന്തായാലും വരും. 24 വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ 25 തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 25 ഡിസംബറിന് മുമ്പ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും വരുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ. പക്ഷെ 24 വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്.
ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഓക്കെ, ഇത് 24-ൽ വന്നാലും 25-ൽ വന്നാലും നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഇതിനൊരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് 80 മാർക്ക് സബ്ജക്റ്റ് ആണ്, അതായത് കോർ സബ്ജക്റ്റ് ആണ് അല്ലെ. ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ അങ്ങനെ, നാച്ചുറൽ സയൻസ് ആണെങ്കിൽ അങ്ങനെ, സോഷ്യൽ സയൻസ് ആണെങ്കിൽ അങ്ങനെ, നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ് 80 മാർക്ക് എന്ന് പറയുന്നത്. 20 മാർക്കിനാണ് ബാക്കിയുള്ള സൈക്കോളജിയും അതുപോലെ തന്നെയാണെങ്കിൽ മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള GK സബ്ജക്റ്റുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും നമ്മുടെ റാങ്ക് മേക്കിംഗ് ആവുന്നതും നമുക്ക് ജോലി കിട്ടുമോ എന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന 80 മാർക്കാണ് അല്ലെ. അപ്പൊ ഈ 80 മാർക്കിന് നല്ല രീതിയിൽ വളരെ ഇൻഡെപ്തിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം BEd ക്വാളിഫൈഡ് ആയ, അതിൽ തന്നെ PG ഉള്ള പല ആളുകളുണ്ട്, ഓക്കെ, അതിൽ തന്നെ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, നെറ്റ് ക്വാളിഫൈഡ് ആളുകളുണ്ട്. അവരുമായിട്ടൊക്കെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു LP-UP പരീക്ഷയുടെ ഒരു കോമ്പറ്റീഷന്റെ റേഞ്ച്, ആ റേഞ്ച് അല്ല HSA പരീക്ഷയുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നല്ല ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ള റിസർച്ച് വരെ നടത്തുന്ന പല അധ്യാപകരുമായിട്ടാണ് നമ്മൾ എല്ലാവരും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഈ ഒരു കോർ സബ്ജക്റ്റിന്റെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് വളരെ വേഗത്തിൽ ഇൻഡെപ്തിൽ ഇപ്പൊ എന്താ പറയാ മറ്റു LP-UP പരീക്ഷയ്ക്ക് നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത പോലെ അത്രയും ഫാസ്റ്റ് ആയിട്ട് പഠിച്ച് തീർക്കണമെന്ന് അല്ലെങ്കിൽ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വളരെ സ്ലോലി ആണെങ്കിൽ പോലും അതിന്റെ പഠനം ആരംഭിക്കേണ്ട സമയമായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷ വരുന്ന സമയത്ത് വരുമ്പോഴേക്കും ഓക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനും നല്ല ഉയർന്ന മാർക്ക് വാങ്ങിക്കാനും സ്കോർ വാങ്ങിച്ച് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്തായാലും ചലഞ്ചർ ആപ്പിൽ നമ്മൾ ഈ വരുന്ന ജൂലൈ 15-ാം തീയതി ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും, അതായത് HST ഫിസിക്കൽ സയൻസ്, ഓക്കെ, HST നാച്ചുറൽ സയൻസ്, HST സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, മലയാളം, ഇംഗ്ലീഷ്, ഈ 6 സബ്ജക്റ്റുകളുടെയും ഓക്കെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഓക്കെ, ഒരു ലോങ് ടേം ബാച്ച് ആണ്. ഒട്ടും സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ ഓക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് മാക്സിമം കണ്ടന്റ് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതി റിവൈസ് ചെയ്ത് പഠിച്ചു പോകുന്ന രീതിയിലാണ് നമ്മളിത് ബാച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ പ്രഗത്ഭരായ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അധ്യാപകരെ ആയിരിക്കും നിങ്ങൾക്ക് കോർ സബ്ജക്റ്റുകൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള മറ്റുള്ള അധ്യാപകരെയും സൈക്കോളജി അടക്കമുള്ള GK സബ്ജക്റ്റുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ അതിന്റെ കൂടുതൽ തന്നെയാണെങ്കിൽ നിങ്ങളെ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും നിങ്ങൾക്ക് ഗൈഡൻസ് തരാനും വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ ഈ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾക്ക് പുറമെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതൊരു ദൂരീകരിക്കാനും ഈ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളിലൂടെ തന്നിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ വീണ്ടും റിവൈസ് ചെയ്ത് പഠിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ലൈവ് ഡിസ്കഷൻ സെഷൻ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ദിവസവും മാതൃകാ പരീക്ഷകൾ. ആദ്യം നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നവരെയൊക്കെ ആഴ്ചയിൽ 1-2 മാതൃകാ പരീക്ഷകളായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ദിവസവും 100 മാർക്കിന്റെ HSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാതൃകാ പരീക്ഷകൾ, മോഡൽ എക്സാം ആണ് നമ്മൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിൽ മെന്റർഷിപ്പ് സപ്പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണൽ മെന്റർ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിനും വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനും മനസ്സിലാവാത്ത കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാനും ഓക്കെ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനും എല്ലാത്തിനും നിങ്ങൾക്ക് സഹായകരമാകുന്ന നിങ്ങളെപ്പോലെ തന്നെ BEdും M.Edും നെറ്റൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ, അതിനുള്ള കപ്പാസിറ്റി ഉള്ള ക്യാപ്പബിലിറ്റി ഉള്ള സ്കില്ലുള്ള ആളുകൾ നമ്മൾ മെന്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗൈഡൻസ് തരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ബാച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഈ വരുന്ന 15-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് 2024-ൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഫിസിക്കൽ സയൻസിന്റെ കേസ് തീർപ്പാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ബാക്കിയുള്ള പരീക്ഷകൾക്ക് ഒരു പക്ഷേ ഓക്കെ കുറച്ചും കൂടെ സമയം വന്നേക്കാം. 24-ൽ വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൂടുതൽ സാധ്യത 25-ൽ വരാനാണ് എന്ന് വിചാരിച്ച് പഠനം മാറ്റിവെക്കണ്ട. ഇപ്പോഴേ ഈ ഒരു LP-UPന്റെ ആ ഒരു ട്രാക്കിൽ നിങ്ങൾ കയറിയത് കൊണ്ട് അതേ ട്രാക്കിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒക്കെ നിങ്ങൾക്ക് മുന്നേറാനും തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും ജോലി നേടാനും സാധിക്കും. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.